യേശു മനുഷ്യ സാദൃശ്യത്തിൽ ജനിച്ചില്ല എങ്കിൽ തിരുരക്തം ചൊരിയാൻ കഴിയില്ലായിരുന്നു. തിരുരക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ആ ജീവൻ നമുക്ക് വേണ്ടി നൽകാൻ കഴിയില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്തിലെ ജീവൻ നമുക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്തിലെ ജീവനും സമർത്ഥമായ ജീവനും നമുക്ക് നൽകുവാനാണ് യേശു മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്നത്. ഇത്രയും സൗജന്യമായി ദൈവം ദാനമായി നൽകിയ രക്ഷയെ പ്രാപിക്കാത്ത ആരും നിത്യജീവനിൽ പ്രവേശിക്കില്ല, കടക്കാൻ കഴിയില്ല. ഇപ്പം മനുഷ്യപുത്രനായി തീർന്ന യേശുവിൻ്റെ ജീവൻ യേശുവിൻ്റെ രക്തത്തിലായിരുന്നു. ആ രക്തമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഊറ്റിത്തന്നത്. ജീവൻ നൽകണമെങ്കിൽ രക്തം ചൊരിഞ്ഞേ മതിയാവൂ. ആ രക്തം ശരീരത്തിലിരുന്നാൽ പോരാ, ആ രക്തം ഒഴുകണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ രക്തവും മുഴുവൻ മാനവരാശിക്കു വേണ്ടി താൻ സൃഷ്ടിച്ച സകല മനുഷ്യർക്കു വേണ്ടി ചൊരിയപ്പെട്ടത്. ആ ഒഴുകപ്പെട്ട രക്തത്തിലാണ് നിത്യജീവനുള്ളത്. അതായത് സൃഷ്ടാവായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നൽകി, തൻ്റെ ജീവനെ നൽകി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യരക്ഷയും നിത്യജീവനും. ഈ നിത്യരക്ഷയും നിത്യജീവനും ഒക്കെ ലഭ്യമാകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേൾവിയുമ്പോൾ ആ കേൾവിയാലുള്ള വിശ്വാസത്താലാണ്. മനുഷ്യൻ പലതിലും വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ വിശ്വാസം മനുഷ്യൻ കണ്ടെത്തണമെങ്കിൽ അവ അന്വേഷിക്കണം. അത് കേൾവിയാൽ വരും, വായനയാൽ വരും, സ്വപ്നങ്ങൾ വരും, ദർശനങ്ങൾ വരും, ആത്മീയ വിഷയങ്ങൾ നിശ്ചയമായി ഇത് സംഭവിക്കും. അപ്പോൾ അതിന് മനസ്സ്, ഒരു മനുഷ്യന് ദൈവം വ്യക്തിത്വം നൽകിയത്, അവന് മനസ്സ് നൽകിയത് ദൈവത്തിൻ്റെ ജീവശ്വാസമാണ്. അതിലൂടെ ലഭ്യമായ മനസ്സ് അതിന് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും മനുഷ്യ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല.